നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വലിയൊരു മുസീബത്ത്, സങ്കടം, പ്രയാസം ഇത് മാറിക്കിട്ടാൻ ഒരാൾ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ സൂറത്തുൻ നസ്ർ 101 തവണ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. പരിശുദ്ധമായ സൂറത്ത് 101 തവണ ഓതി റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആരെന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ വലിയ വിഷമം, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആപത്ത്, പ്രതിസന്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അല്ലാഹുവിന്റെ സഹായം നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയ, കരയണം, കരയേണ്ടിടത്ത് കരയണം. അല്ലാഹുവിനെ പേടിച്ച് കരയാ, അതൊരു പൂർണ്ണതയാണ്, അതൊരു കമാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹബീബിന്റെ മടിയിൽ വെച്ച് മരിച്ചപ്പോ നബി തങ്ങൾ ശബ്ദമുയർത്താതെ കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ട് എന്ന ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങൾ കരഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയേ, അങ്ങ് കരയുകയോ? ഉടനെ പറഞ്ഞു, ഹാദിഹി റഹ്മ, ഇത് കരുണയാണ്, റഹ്മത്താണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന കരുണയാണ് ഈ കണ്ണുനീർ എന്ന് പറയുന്നത്. അല്ലാഹു കരുണ ചെയ്യുന്നത് അല്ലാഹുവിന്റെ അടിമകളിൽ കരുണ ചെയ്യുന്നവരോട് മാത്രമാണ്. കരുണ ചെയ്യുന്നവരോടാണ് അല്ലാഹു കരുണ ചെയ്യുന്നത്. അതുകൊണ്ട് ഹബീബിന്റെ കരച്ചിൽ പോലും ഒരു ന്യൂനതയല്ല. തങ്ങൾ കരഞ്ഞു, ശബ്ദമില്ലാതെ, കണ്ണുകൾ ചെമന്ന് കണ്ണുനീരുകൾ ചാരിട്ടൊഴുകിയിട്ടുണ്ട്. അങ്ങനെ മനസ്സുകൾ വേദനിക്കുന്നത് അതൊരു ന്യൂനതയല്ലാത്ത പോലെ കരച്ചില്